ദൈവത്തിന് സ്തോത്രം. അധ്യക്ഷനും ഇവിടെ സന്നിധരായിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തി EV ഡാനിയേൽ അല്ലെങ്കിൽ കുട്ടുപദേശി. ആദ്യകാല സിലോൺ ബന്ദിക്കോസ് സഭയുടെ ശുശ്രൂഷകനായിരുന്ന EV വർഗീസ് ഉപദേശിയും EV ഡാനിയേൽ കുട്ടി ഉപദേശിയും ഇരുവരും സഹോദരങ്ങളായിരുന്നു. പത്തനാപുരം ആയിരുന്നു ഇവരുടെ സ്വദേശം. ഇവർക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു. ചിന്നമ്മ എന്നായിരുന്നു അവരുടെ പേര്. ഒരു ദിവസം ആ സഭയുടെ വലിയ ശുശ്രൂഷകനായിരുന്ന പോൾ ഉപദേശി തൃശ്ശൂരിൽ നിന്നും പത്തനാപുരത്തേക്ക് കടന്നു വന്ന് ഒരു യോഗം നടത്തുകയുണ്ടായി. ഈ യോഗത്തിൽ പങ്കെടുക്കുവാനായി ചിന്നമ്മ സഹോദരി പോയപ്പോൾ അവരുടെ കൂട്ടിനായിട്ടാണ് ഡാനിയേലും വർഗീസും പോയത്. എന്നാൽ അവിടെ ചെന്ന് ആ സുവിശേഷം എല്ലാം കേട്ടപ്പോൾ മൂവരും കർത്താവിനെ അറിയുവാൻ ഇടയായി. മാത്രമല്ല കർത്താവിന് വേണ്ടി അവരുടെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുവാനും ഇടയായി. എന്നാൽ EV വർഗീസ് ഉപദേശിയാകട്ടെ അല്പകാലം കൂടി തൻ്റെ വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയാക്കി അധ്യാപിക ജോലിയിൽ ഏർപ്പെടുവാനിടയായി. എന്നാൽ ഡാനിയേൽ കുട്ടി ഉപദേശിയാകട്ടെ പൂർണ്ണസമയം കർത്താവിൻ്റെ വേലയ്ക്കായി ഇറങ്ങിത്തിരിക്കുവാനിടയായി. ഇരുവരുടെയും ജീവിതം എടുത്തു നോക്കിയാൽ വളരെ പ്രയാസങ്ങളും ക്ലേശങ്ങളും നിറഞ്ഞതായിരുന്നു. എന്നാൽ ഇതിൽ നിന്നെല്ലാം പിന്മാറിപ്പോകാതെ തങ്ങളെ ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ ചെയ്യുവാനിടയായി. എങ്കിലും അവരുടെ പ്രയാസഘട്ടങ്ങളിൽ സ്വർഗീയ തുറമുഖത്തു നിന്ന് ലഭിക്കുന്ന ആശ്വാസവാക്കുകൾ അനവധി പ്രത്യാശാഗാനങ്ങളായി മാറി. ആ ഗാനത്തിൽ നമുക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നു എന്നതിൽ ഒട്ടും സംശയമില്ല. അങ്ങനെ ഊരിത്തിരിഞ്ഞ ഒരു ഗാനമാണ് ഇത്. ഒരിക്കൽ EV ഡാനിയേൽ കുട്ടി ഉപദേശി പത്തനാപുരത്തു നിന്നും പത്തനംതിട്ടയ്ക്ക് സുവിശേഷ യോഗത്തിൽ കടന്നു പോവുകയായിരുന്നു. അവിടെ ചെന്ന് യോഗത്തിൽ പങ്കെടുത്ത ശേഷം ഉച്ച കഴിഞ്ഞ സമയത്ത് തിരിച്ച് സ്വദേശത്തേക്ക് നടന്നു വരികയാണ്. അങ്ങനെ നടന്നു വരുമ്പോൾ തൻ്റെ ശരീരം ക്ഷീണിക്കുവാനിടയായി. കോന്നിയിലെത്തിയപ്പോൾ അവിടെ ഒരു ചായക്കട കണ്ടു. താൻ ആ ചായക്കടയുടെ മുൻപുണ്ടായിരുന്ന ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് തൻ്റെ കണ്ണ് ആ ചായക്കടയ്ക്കുള്ളിലിരിക്കുന്ന അലമാരയിലേക്കൊന്ന് നോക്കുവാനിടയായി. അവിടെ കണ്ട പല പലഹാരങ്ങൾ എല്ലാം തന്നെ ഏറെ മോഹിപ്പിച്ചു. മാത്രമല്ല തനിക്ക് ഒന്നും കിട്ടിയാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ടായി. എന്നാൽ എന്ത് ചെയ്യാൻ, തൻ്റെ കയ്യിൽ പൈസയില്ലായിരുന്നു. അല്പസമയം അവിടെ ഇരുന്ന് ചിന്തിക്കുവാനിടയായി. ആ സമയത്ത് തൻ്റെ ഹൃദയത്തിൽ ഒരു ഇമ്പമായി സ്വരം ഇങ്ങനെ കേൾക്കുവാനിടയായി. അത് ഇപ്രകാരമായിരുന്നു: ഡാനിയേൽ കുട്ടി, നീ എന്തിനാണ് ചിന്തിക്കുന്നത്? ഈ കാണുന്നില്ല നിൻ്റെ പുറമേയുള്ള മനുഷ്യനെ പോഷിപ്പിക്കുന്നതിനും ഉതകുന്നതല്ല. എന്നാൽ നിൻ്റെ അകമയുള്ള മനുഷ്യനെ പോഷിപ്പിക്കുവാൻ എൻ്റെ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിക്കുക. അതാണ് നീ ചെയ്യേണ്ട കാര്യം എന്നൊരു സ്വരം കേട്ടു. ആ സമയത്ത് തൻ്റെ ഹൃദയം ആത്മാവിൽ നിറയുവാൻ ആരംഭിച്ചു. അവിടെ ജനങ്ങൾ വന്ന് കൂടുവാനായിട്ട് തുടങ്ങി. അപ്പോൾ താൻ ബെഞ്ചിലിരുന്നു കൊണ്ട് ഇങ്ങനെ എഴുതി: പോഷിപ്പിക്ക പദ്യവചനമാം ക്ഷീരത്താൽ എന്നെ നിർമ്മലതോയം നിത്യം കുടിപ്പിച്ച് പച്ചപ്പുൽ ശയ്യയിൽ കിടത്തിടുന്നോനെ. കൂടാതെ ബാക്കിയുള്ള വരികൾ കൂടി എഴുതിയ ഗാനം പൂർത്തീകരിച്ചു. പിന്നീട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആ ഗാനം പാടുവാനായി ആരംഭിച്ചു. മാത്രമല്ല അല്പസമയം സുവിശേഷം പ്രസംഗിക്കുവാനിടയായി. ഇതെല്ലാം കഴിഞ്ഞ് താൻ പോകുവാനായി ആരംഭിക്കുമ്പോൾ ഒരാൾ വന്നു പറഞ്ഞു: ഉപദേശി പോകരുത്. ഉപദേശി കടയ്ക്കുള്ളിൽ കയറ്റി ഉപദേശിക്ക് വേണ്ടുന്ന ആഹാരങ്ങൾ വാങ്ങി കഴിക്കുവാൻ ആവശ്യപ്പെട്ടു. ഉപദേശി തൻ്റെ ക്ഷീണം അകറ്റുവാനുള്ള ആഹാരം വാങ്ങിക്കഴിച്ച് സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, നമ്മളുടെയും ജീവിതം ഇങ്ങനെയല്ലേ? പലപ്പോഴും നമ്മുടെ ഹൃദയം ഈ ലോകത്തിന് പിന്നാലെ കടന്നു പോകാറില്ലേ? എന്നാൽ നാം ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ മനുഷ്യരിൽ അല്ല ആശ്രയിക്കേണ്ടത്, ദൈവത്തിലും ദൈവവചനത്തിലും ആശ്രയിക്കുന്നുവെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരും. അത് ശോഭ പരിപൂർണമായി തീരും. നമ്മെ തേടി വന്ന ഈ യേശുവിൽ ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നമുക്ക് ആ ഗാനം ഈ ടീമിനൊപ്പം ഒരുമിച്ച് പാടാം. പോഷിപ്പിക്ക പത്യവചനമാം ക്ഷീരത്താലെന്നെ പോഷിപ്പിക്ക പത്യവചനമാം ക്ഷീരത്താലെന്നെ നിർമ്മലതോയം നിത്യം കുടിപ്പിച്ച് നിർമ്മലതോയം നിത്യം കുടിപ്പിച്ച് പച്ചപ്പുൽ ശയ്യയിൽ കിടത്തിടുന്നേ പച്ചപ്പുൽ ശയ്യയിൽ കിടത്തിടും
വന്നു. ദോഷിയാമെന്നെയും നാഥാ തേടി വന്നു. ദോഷിയാമെന്നെയും